ട്രംപിന്റെ ഉപരോധ നടപടിയെ പിന്തുണയ്ക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഫ്രാൻസുമായി ചേർന്ന് ബ്രിട്ടന്റെ പുതിയ സഖ്യനീക്കം. 40ഓളം രാജ്യങ്ങളുമായി വിർച്വൽ യോഗത്തിന് ബ്രിട്ടനെ ഭീരുവെന്ന് പരിഹസിച്ച് ട്രംപ്. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ പിന്തുണയ്ക്കാനില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തുന്ന ട്രംപിന്റെ പുതിയ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനം നാറ്റോ സഖ്യത്തിനുള്ളിലെ വിള്ളലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ യാത്ര പൂർണ്ണമായും തടയാനാണ് അമേരിക്കയുടെ തീരുമാനം. പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടത്തിയ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പ്രകോപനപരമായ ഈ നടപടിയിലേക്ക് ട്രംപ് നീങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള എണ്ണക്കടത്തിന്റെ സിരാകേന്ദ്രമായ ഹോർമുസ് തടയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇറാൻ ഏർപ്പെടുത്തിയതായി പറയുന്ന അനധികൃത ടോൾ പിരിവിനെ എതിർക്കുമ്പോഴും അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കത്തിൽ പങ്കാളികളാകാൻ ബ്രിട്ടൻ തയ്യാറല്ല. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് സമാധാനപരമായ മറ്റൊരു സഖ്യത്തിനാണ് സ്റ്റാമർ ശ്രമിക്കുന്നത്. ബ്രിട്ടന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. കീർ സ്റ്റാമറെ 2ാം ലോക മഹായുദ്ധകാലത്തെ നെവിൽ ചേംബർലെയിനോട് ഉപമിച്ച ട്രംപ് ബ്രിട്ടന്റെ നടപടി ഭീരുത്വമാണെന്ന് പരിഹസിച്ചു. ബ്രിട്ടൻ മൈമൻ സ്വീപ്പറുകൾ അയക്കുമെന്ന് താൻ കരുതിയെന്നും എന്നാൽ അവർ സഖ്യകക്ഷികളെ വഞ്ചിച്ചുവെന്നും ട്രംപ് ആരോപിച്ചു. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ 13 രാവിലെ 10 മണി മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയും. മറ്റ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ ഉപരോധം ബാധിക്കില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇറാനിയൻ തീരങ്ങളിൽ ശക്തമായ പരിശോധന നടത്താനാണ് അമേരിക്കൻ നാവികസേനയുടെ തീരുമാനം. ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന കർക്കശമായ നിലപാടെടുത്തതാണ് ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ അമിതമായ സമ്മർദ്ദ തന്ത്രങ്ങളാണ് ചർച്ചകൾ വഴിമുട്ടിച്ചതെന്ന് ഇറാൻ പ്രതിനിധി മുഹമ്മദ് ബാഗർ ഗാലിബാഫ് തിരിച്ചടിച്ചു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്രിട്ടനിലെ ജീവിതച്ചെലവ് ക്രമാതീതമായി ഉയരാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളോട് സഹകരിക്കാതെ നയതന്ത്രപരമായ പരിഹാരത്തിനാണ് സ്റ്റാമർ സർക്കാർ ശ്രമിക്കുന്നത്. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40ഓളം രാജ്യങ്ങളുടെ വെർച്വൽ യോഗം ഈ ആഴ്ച നടക്കും. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള അവസാന ശ്രമമായിരിക്കും ഇത്. എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുന്നതിനായി അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം.